ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ടാനിക്കൊരു കിഡ്സ് പാർട്ടി ഉണ്ട് കേട്ടോ. ടാനിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. റയാൻ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ഇന്ന് റയാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ടാനിനെ ആണ് കിഡ്സ് പാർട്ടിക്ക് വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ വലിയ ആളുകളെ പരിപാടിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ടാനിയുടെ ഡ്രസ്സൊക്കെ ഞാൻ ആമസോണിൽ ഞങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു. സ്പൈഡർമാൻ തീമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് തന്നെ ടാനിക്ക് വാങ്ങിച്ചു. ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് സെറ്റൊക്കെ ചെയ്തിട്ട് അവൻ എന്നെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെമി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോവാന്നുള്ള. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഏതായാലും ഇറങ്ങി. മക്ഡൊണാൾഡ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. ഇവിടെ വെല്ലൻഡിലുള്ള മക്ഡൊണാൾഡ്സിലാണ്. അപ്പോൾ റയാൻ്റെ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സിൽ ഇതുപോലത്തെ കുട്ടികളെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെ മെക്ഡിയിൽ നമ്മൾ കിഡ്സ് പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് അവരെ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അവർ ഒരു ഫിക്സഡ് എമൗണ്ട് പറയും. അതിൽ നമുക്ക് കിഡ്സ് മീലും അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളാണ് ലാസ്റ്റ്. അപ്പോൾ കുട്ടികൾ ഇവിടെ ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഇവിടെ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കുന്നുണ്ട്. റയാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവരോടും റെഡ് ഡ്രസ്സ് ഇട്ട് വരാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാവരും റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സ്പൈഡർമാൻ തീം തന്നെയാണ് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കേക്കും ഗിഫ്റ്റിൻ്റെ ബോക്സ് ആണെങ്കിൽ എല്ലാം അവർ സ്പൈഡർമാൻ തീം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് റയാന്. അവന് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് സ്പൈഡർമാൻ്റെ. ടാനിന് ഗിഫ്റ്റ് കൊടുപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ടാനിയുടെ പേരൊക്കെ എഴുതിയിട്ട് ഒരു കാർഡ് ഞങ്ങൾ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാനിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. പക്ഷേ ടാനി കൊടുക്കുന്നില്ല. ടാനിനെ നൈസിൽ സെമി മാറ്റി നിർത്തണം കേട്ടോ. അല്ലെങ്കിൽ അവനത് കണ്ട കരയെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അവർ പെയിൻറ്റിങ് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അവളെ കയ്യിൽ കണ്ടപ്പോഴാണ് എനിക്കും ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാനൊരു കളർ സെലക്ട് ചെയ്തു. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ പേരൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള കുട്ടികളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ടാനിതാ ബലൂണൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അവന് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കുട്ടികളായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നതും ഇങ്ങനെ ഒരു പാർട്ടി പോലെ കിഡ്സ് പാർട്ടി പോലെ ചെയ്യുന്നത് അവന് ആദ്യമായിട്ടാണിത് ഇങ്ങനെ വരുന്നത്. ഭയങ്കരമായിട്ട് അവനെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ചേരം എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്നു. കുട്ടികൾ നല്ല ഹാപ്പിയാണ്. ഇവർ ഇതിൻ്റെ സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ്. അപ്പോൾ കുട്ടികൾ ചെയ്ത ഒരു ഡ്രോയിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ടാനിക്ക് വരയ്ക്കാൻ കൊടുക്കണം കേട്ടോ. അവന് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവന് ഇങ്ങനെ ഇതുപോലെ മെക്ഡിയിലൊക്കെ ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ടാനിക്ക് ഇതുപോലെ പേപ്പറൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അവന് ക്രയോൺസ് വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ വീട്ടിൽ വാങ്ങിച്ച് ചെയ്തിട്ടില്ല. അവന് ക്രയോൺസ് കണ്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വായിലിടൊന്ന് പേടിച്ചിട്ട് ഞാനത് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അവന് ഫുള്ള് അതിന്മേലാണ് പരിപാടി. ഇവരെന്തായാലും ഈ പരിപാടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കിഡ്സ് പാർട്ടിക്ക് വരുന്നത് തന്നെ. പക്ഷേ ചേച്ചി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ ചേച്ചിക്ക് നല്ല ഐഡിയ ഉണ്ട്. എങ്ങനെ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ആൾ ഓർഗനൈസ് ചെയ്ത് ചെയ്തോളും. കേക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. റയാനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. റയാനെ അവരുടെ ഫ്രണ്ട്സിനെയും കൂടിയാണ് ഇരുത്തിയിട്ടുള്ളത്. എല്ലാവരും വിഷൊക്കെ ചെയ്തു. കേക്ക് കട്ടിങ് തുടങ്ങുകയാണ് കേട്ടോ. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കാം ആൾ ഭയങ്കര ഹാപ്പിയാണ്. ടാനിനെ ഞങ്ങൾ അവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവന് സംഭവം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവരോട് അവന് നല്ലോണം മിങ്കിൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ അവന് ഇന്ന് ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷെ അവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവരായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവന് സംസാരിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മീൽസ് അവർ റെഡിയാക്കിയിട്ടുണ്ടോ. കിഡ്സ് മീൽ അവർ ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ടാനി പിന്നെ അതിലുള്ള ബർഗറും കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ടില്ല. അവന് ഇങ്ങനെ ഫ്രൈസോ നഗറ്റ്സോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ.
അപ്പോൾ അവന് കേക്കാണ് കൊടുക്കുന്നത്. അവന് കേക്കും അതുപോലെ ഐസ്ക്രീമും അങ്ങനെ ഇതൊക്കെയാണ് ഇവിടെ അവന് കഴിക്കാൻ പറ്റിയതുള്ളൂ. അത് കഴിക്കുന്നുണ്ട് ആൾ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ കൊടുക്കുന്നത്. അവനിവിടെ കാര്യമായിട്ട് കഴിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. അവന് ഇത് ഗിഫ്റ്റ് റയാന് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് അപ്പോഴന്നെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ ഒരു കിഡ്സ് മീലിൽ അവർ ബർഗർ അതുപോലെ ചോക്ലേറ്റ് മിൽക്ക് അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതിലൊരു ടോയ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാനി എല്ലാവർക്കും കിട്ടുന്നത് കണ്ടപ്പോൾ അവന് നോക്കുകയാണ്, അവന് കിട്ടുന്നില്ലല്ലോ എന്ന്. അങ്ങനെ അവനും ഒരു ചോക്ലേറ്റ് മിൽക്ക് ഓർഡർ ചെയ്തു. ഇവനിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് മിൽക്ക്. അപ്പോൾ പാല് കുടിക്കാതാവുമ്പോൾ ചോക്ലേറ്റ് മിൽക്കാണ് ഞാൻ കൊടുക്കാറുള്ളത്. കുട്ടികളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇതാ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാവരും ടോയ്സൊക്കെ കണ്ട് കളിച്ച് ഇരുന്ന് മീൽ കഴിക്കുന്നുണ്ട്. ടാനി അതിൻ്റെ ഇടയിൽ ഫ്രൈസൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ എല്ലാവരും കൂടി ആവുമ്പോൾ അവന് പിന്നെ അങ്ങോട്ട് കഴിച്ചോളും. ഇവിടെ ഇത് ഹോസ്റ്റ് ചെയ്യാൻ ഇവരുടെ ഒരു സ്റ്റാഫിനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അവർ ഐസ്ക്രീമും കൊടുക്കുന്നുണ്ട്. 2-3 ഫ്ലേവർ അവരിവിടെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണ് അങ്ങനെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ടാനിക്ക് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ ടാനിക്ക് നോർമൽ ഒരു ഐസ്ക്രീം കൊടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. ഞങ്ങൾ എപ്പോഴും ഒന്നും കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ അവന് കൊടുക്കാറുള്ളൂ. പക്ഷേ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ഫുഡൊന്നും വേണ്ട, പിന്നെ അതിന് മതി. അപ്പോൾ അവൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ പെയിൻറ്റ് ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് നോക്കി നിൽക്കായിരുന്നു. ടാനി ഒരു സൈഡിലിരുന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കേട്ടോ. അവനെ ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല, അത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട്. റയാന് നല്ല കളിയാണ് കേട്ടോ. ഇവരിവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ടാനിയും അവൻ്റെ കൂട്ടത്തിൽ കയറിയിട്ട് അവൻ്റെ അടുത്ത് തന്നെ കയറി ഇരിക്കുന്നുണ്ട്. അവന് ആ ടോയ്സ് അവർ ഷെയർ ചെയ്തപ്പോൾ അത് ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു വീട്ടിൽ പോവുകയാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഒരു സമയം പറയും, ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.